അച്ഛൻ നിന്നോട് പറഞ്ഞത്, ഈശോ എന്നിലൂടെ സംസാരിച്ചത് നീ നിലനിൽക്കണമെന്നാണ്. ഒരു ചെറിയ പരീക്ഷണം കൊണ്ട് നീ ഇത് അവസാനിപ്പിക്കരുത്. മറിച്ച് നിൻ്റെ ദൈവം വിശ്വസ്തനാണ്. നിൻ്റെ ദൈവം മോശസിൻ്റെ ദൈവമാണ്. നിൻ്റെ ദൈവം നിൻ്റെ അമ്മയുടെ ദൈവമാണ്. ഏത് കാലാവസ്ഥയിലും നിൻ്റെ കൂടെ നിൽക്കും. കിഡ്നി വേദനയുള്ളവരും നടുവേദനയുള്ളവരും നടുവിൽ കൈവെക്കുക. ഒരു കൈ വെച്ചാൽ മതി കേട്ടോ, ഒരു കൈ വെച്ചാൽ മതി. കിഡ്നി വേദനയുള്ളവരും നടുവേദനയുള്ളവരും കസേരകളൊക്കെ അകന്നിരിക്കുന്നവരും നടക്കാൻ പറ്റാത്തവരും ബെൽറ്റ് ഇട്ടിരിക്കുന്നവരും നടുവിൽ കൈവെക്കുക. എൻ്റെ കൈ കർത്താവിന് കൈ ആക്കണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുക. ഞാനീ വെച്ചിരിക്കുന്ന കൈ ഒരു നിമിഷം കർത്താവിൻ്റെ ആണിപ്പെടുത്താർന്ന വലതുകരമാക്കണമെന്ന് നീ പ്രാർത്ഥിക്കുക. നെഞ്ചുവേദനയുള്ളവർ, ശ്വാസകോശ രോഗികൾ, പാങ്ക്രിയാസ് രോഗികൾ, ഹൃദയത്തിന് വാൽവിന് ചുരുക്കമുള്ളവർ, ബ്ലോക്കുള്ളവർ നെഞ്ചിൽ കൈവെക്കുക. തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവർ കഴുത്തിൽ കൈവെക്കുക. മക്കളില്ലാത്തവർ അടിവയറ്റ് കൈവെക്കുക. പിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, RSS രോഗികൾ എല്ലാവരും അടിവയറ്റ് കൈവെക്കുക. സർവാംഗം പല രോഗങ്ങളുള്ളവർ നെറ്റിയിൽ കൈവെക്കുക. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെടിടത്ത് നിന്നെ ഉടമ്പടി ധ്യാനം കൂടാൻ വേണ്ടി വിളിച്ചിരിക്കുന്നു. നീ ഇപ്പോൾ ചിന്തിക്കേണ്ടത്, കർത്താവിൻ്റെ ശരീരത്തിലുള്ള ചമ്മട്ടിപ്പാടുകളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അത് അധികരിച്ച് പ്രാർത്ഥിക്കാൻ പറയുകയാണ്. നീ പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ ശരീരത്തിൽ കിടക്കുന്ന ചമ്മട്ടിപ്പാടുകളെ അധികരിച്ചുകൊണ്ട് അടിയൻ അങ്ങയുടെ മുറിവിലാണല്ലോ ഞങ്ങൾക്ക് സൗഖ്യം ലഭിക്കുമെന്നുള്ള വചനം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ മുൾക്കിരീടം തറഞ്ഞിരുന്ന നിന്റെ തിരിച്ചോര ഇറ്റ് വീഴുന്നത് കർത്താവേ വിശ്വാസത്തിന്റെ മനസ്സിൽ ഞങ്ങൾ കാണുകയും ഏറ്റുപറയുകയും ആത്മീയ രക്തം, കൃപയുടെ രക്തം ഇപ്പോൾ നിന്റെ നാഥനും രക്ഷകനുമായി പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ തളിക്കണമേ. ഉള്ളംകാൽ മുതലേ ഉച്ചവരെ ആന്തരിക അവയവങ്ങൾക്കുള്ള മുഴുവൻ രോഗങ്ങള് വാതരോഗങ്ങള് എല്ലാവിധത്തിലുള്ള അലർജി രോഗങ്ങള് അവയവത്തിലുണ്ടാകുന്ന അവയവ രോഗങ്ങള് ത്വക്ക് രോഗങ്ങള് യേശുവിന്റെ നാമത്തിലെ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുവിന്റെ നാമത്തിലെ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ. പൂർണ്ണമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ. രോഗങ്ങൾ വിട്ടുമാറട്ടെ. സദയം തൊടേണേ സുഖമായി ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പിതാവിൻ്റെ കാര്യമെന്നും പറഞ്ഞ് ആധ്യാത്മികതയിൽ ഒരു വകുപ്പുണ്ട്. നിങ്ങൾ ദൈവത്തിലേക്ക് വരുമ്പോൾ ആ വകുപ്പിന് സംവരണങ്ങളില്ല, സെക്യൂരിറ്റിയുമില്ല. ഈശോയുടെ കാര്യങ്ങൾക്കാണ് നമുക്ക് സംവരണങ്ങളും നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കുകയും നമുക്ക് കുറേ ദൈവാനുഗ്രഹങ്ങളും
അതൊക്കെ തന്ന് നമ്മുടെ സാന്ത്വനവും ക്ഷേമയൊക്കെ തന്നെ ഈശോയുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. പിതാവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെന്ന് അവസാനിക്കണത്. നമ്മൾ അറിയാമല്ല, നമ്മൾ ചെന്ന് അവസാനിക്കണത് എവിടെയാണ്? പിതാവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെന്ന് ഈ ജീവിതം അവസാനിക്കണം അവിടെയാണ്. അവിടുത്തെ കാര്യങ്ങൾ നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് കാരണം അവിടെ നമുക്ക് ഇതില്ല, സബ്സിഡി ഇല്ല, ഗ്രാൻറ്റും ഇല്ല, ഒന്നുമില്ല. മൊത്തം നമ്മൾ തിരിച്ചടക്കണം, ഒരു സുഖവും കിട്ടത്തില്ല. അതാണ് ഫാദേഴ്സ് അഫെയർ എന്ന് പറയുന്ന സംഭവം. അതിൻ്റെ അകത്ത് ഈശോയ്ക്കും രക്ഷപ്പെട്ടില്ല. ഈശോയും ആ പിതാവിൻ്റെ കാര്യം വന്നപ്പോൾ, അവസാനം വന്നപ്പോൾ അവിടെ ഭയങ്കര പേയ്മെൻ്റായി കഴിഞ്ഞപ്പോൾ ഈശോക്ക് അടക്കാൻ പറ്റാത്ത രീതിയിലുള്ള പേയ്മെൻറ്റ് വന്നവിടെ. ഇപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ തോതനുസരിച്ച്, കഴിവനുസരിച്ചാണ് ഈ പ്രലോഭനം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈശോ അവസാനിക്കുന്നത്, പിതാവേ അങ്ങനെ ഉപേക്ഷിച്ചത്. അതാണ് പിതാവിൻ്റെ കാര്യമാണത്. അപ്പം അവിടെ നമുക്ക് സബ്സിഡി ഇല്ല, ഗ്രാൻറ്റും ഇല്ല, ഒന്നുമില്ല. അത് നമ്മൾ പേയ്മെൻറ്റായിട്ട് കൊടുക്കണം. അതാണ് ഇതിൻ്റെ അകത്ത് വിശ്വാസം വരുന്ന പേയ്മെൻറ്റ് എന്ന് പറയുന്നത് അവിടെയാണ്. അതാണ് പിതാവിൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കണമല്ലാതെ ഇങ്ങോട്ടൊന്നും ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഒന്നും പ്രതീക്ഷിക്കണ്ട. ഇപ്പോൾ നമ്മൾ പിതാവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ 100 ജപമാല ചൊല്ലിയാലും 100 ജപമാലയ്ക്ക് നമ്മൾക്ക് റിട്ടേൺസ് ഒന്നുമില്ല, പലിശ പോലും അടയാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഞങ്ങളെപ്പോഴും ബാങ്കിൽ കൊണ്ട് അടക്കുന്നുണ്ട്, പക്ഷെ അവരെല്ലാം അത് പലിശയ്ക്കാണ് പോകണമെന്നില്ലേ, പലിശ. അപ്പോൾ പലിശക്കെങ്കിലും പോകണ്ടല്ല. അത് ഇത് പിതാവിൻ്റെ കാര്യത്തിൽ പലിശക്ക് പോലും പോകത്തില്ല. എന്താ കാര്യം? നമുക്ക് തരുന്ന നിത്യതയാണ്. നിത്യത നമുക്ക് വില കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല. അപ്പം കിട്ടണതെല്ലാം അതിലേക്ക് ഫണ്ട് ചെയ്യുകയാണ്. അതാണ് പിതാവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിത്യതയെന്ന് പറയണത് യേശുക്രിസ്തുവിനെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്ത കാരണം ദൈവം അതിൻ്റെ വില കൊടുത്തതാണ്. നിങ്ങൾക്ക് ഒരു വസ്തുവിന് 1,00,000 രൂപ വിലയുണ്ട്, നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട് നിങ്ങളുടെ കയ്യിൽ? അപ്പോൾ നമ്മുടെ കയ്യിൽ 1,00,000 രൂപ വിലയുള്ള വസ്തുവിന് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കുറഞ്ഞതൊരു 80,000 രൂപയെങ്കിലും വേണ്ടേ? 8 രൂപയാണ് ഉണ്ടെങ്കിൽ എന്തു ചെയ്യും? അതുപോലെ ഈ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് കൊടുത്താലും നമുക്കത് റീഫണ്ടബിൾ അല്ല, അത് പലിശ പോലും അടയത്തില്ല. അതുകൊണ്ട് തന്നെ ചില പ്രാർത്ഥനകൾ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അറിയണം. ചില പ്രാർത്ഥനകൾ നിത്യനിക്ഷേപത്തിലേക്കാണ് പോണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ചില പ്രാർത്ഥനകൾ നിത്യനിക്ഷേപത്തിലേട്ടാണ് പോണത്. അതിന് നമുക്ക് മറുപടിയില്ലാത്ത കുറേ പ്രാർത്ഥനകൾ ഉണ്ടാകും. അത് നിങ്ങൾ അറിയണം. നമ്മൾ ഏത് ഉടമ്പടി എടുത്താലും, ഉടമ്പടിയുടെ മുത്തപ്പനെ എടുത്താലും ചില പ്രാർത്ഥന നിത്യനിക്ഷേപത്തിലേട്ടാണ് പോകണം. പിതാവിൻ്റെ കാര്യമാണത്. പിതാവിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓർക്കണം, എൻ്റെ നിത്യത, എൻ്റെ മക്കളെ നിങ്ങളും ഞാനും ഓർക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ചെയ്യാനുള്ള കാര്യമാണെങ്കിൽ ദൈവം ചെയ്തു തരും, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. ഇത്രയും നാൾ ഞാൻ അങ്ങനെ തന്നെ ദൈവമായിട്ട് ജീവിച്ചിരിക്കണത്. ചെയ്യാനുള്ള കാര്യമാണെങ്കിൽ എൻ്റെ കാര്യമായാലും നിങ്ങളുടെ കാര്യമായാലും ദൈവം ചെയ്തു തരും, എൻ്റെ അത് ഡൗട്ടില്ല. അല്ല പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്? അല്ല, ഞാൻ പറഞ്ഞിട്ടാണ് ഉടമ്പടി തന്നത്. ഉടമ്പടിയെക്കുറിച്ച് എനിക്കൊരു കുന്തം അറിയത്തില്ലായിരുന്നു. ഇതെല്ലാം സ്വർഗത്തിൻ്റെ പദ്ധതി പോലെ തന്നതുകൊണ്ട് ദൈവം തന്നതാണ്, ഇങ്ങോട്ട് തന്നതാണ്. അപ്പം അത്രയും ബന്ധം ദൈവമായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ദൈവം അത് ചെയ്യും. ചില കാര്യങ്ങൾ ദൈവം ചെയ്യേയില്ല. എന്താ കാര്യം? അത് നിത്യനിക്ഷേപത്തിലേക്ക് ആ ക്യാരി ഓവർ ചെയ്തിരിക്കണത്. അപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നണം. ചില കാര്യം നടക്കാതിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നണം. എന്താ കാര്യം? നിത്യജീവന് വേണ്ടി എനിക്ക് രജിസ്റ്റർ ആയിട്ടുണ്ടെന്ന്. അതാണ് വിഷയം. ഭൂമി വെച്ച് തന്നെ നമുക്കറിയാൻ പറ്റും രജിസ്റ്റർ ആയിട്ടുണ്ടോ അതില്ലേ എന്ന്. മനസ്സിലായില്ലേ? ഭൂമി വെച്ച് തന്നെ നമുക്കറിയാൻ പറ്റും നിത്യതയിൽ നമ്മൾ പേര് രജിസ്റ്റർ ആയിട്ടുണ്ടാകുന്നു. എന്താ? രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള ഡിവിഡൻഡ് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം അത് നമ്മൾ വളരെ നിത്യതയ്ക്ക് വേണ്ടിയാണ് ദൈവതിരുസന്നിധിയിൽ ഒരു മനുഷ്യൻ അഭയം പ്രാപിക്കണമെങ്കിൽ അവന് ആധ്യാത്മികത ഒരു നിത്യാഘോഷമായിരിക്കും. അല്ലാത്തവന് ആവലാതി മരണം വരെ ഇങ്ങനെ അത് തന്നില്ല ഇത് തന്നില്ല എന്ന് പറഞ്ഞ് ഇളയെ ഒഴുക്കി കുഞ്ഞുങ്ങളെപ്പോലെ നിലവിളിച്ചുകൊണ്ട് നടക്കും.
എന്നിട്ട് എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്ത്, ഞാൻ പള്ളിയിൽ പോകില്ല, ഇനി ഒരു ദൈവത്തിനെയും വിളിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. എന്തെങ്കിലും വിഷയമുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ ഒന്ന് വിളിക്കരുത്. ഇപ്പോൾ ഒരു ഭർത്താവ് മരിച്ച ഒരു പെങ്കൊച്ച് വന്ന് അമ്മ പറഞ്ഞ് അവളിപ്പോൾ പള്ളിയിൽ പോകണില്ല, അവിടെ ഭർത്താവ് മരിച്ചത്. ഞാൻ പറഞ്ഞു നല്ല കാര്യം, അവൾ പോകണ്ടെന്ന് പറഞ്ഞു. അവളെ പോയിട്ട് ദൈവത്തെ കഞ്ഞി വെക്കേണ്ട കാര്യമില്ല. ഇവിടെ ഈ ദൈവത്തിരുസന്നിധി വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് മേടിക്കാമെന്ന് പറഞ്ഞാണ് നിങ്ങളെ വീട്ടിൽ നിന്ന് കൊട്ടയും പട്ടിയോടെ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെയല്ല, അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി കൂടിയാണ്. എന്തിനാണ്? ഞാൻ മാതാവിനെ നേരെ കണ്ട ആളാണ്. നിത്യത എന്താണെന്ന് എനിക്കറിയാം. ആർക്ക് കൊടുത്ത് മുതലാക്കാൻ പറ്റും നിത്യതയ്ക്ക് വേണ്ടി? ആർക്ക്? പിന്നെ എന്നിട്ട് പോലും നിൻ്റെ പേര് അവിടെ എഴുതി വച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് എന്തൊരു നന്ദി പറയണം. എൻ്റെ മക്കളെ, കേൾക്കാത്ത പ്രാർത്ഥനയ്ക്കാണ് നന്ദി പറയേണ്ടത്, കേട്ട പ്രാർത്ഥനയ്ക്കല്ല. കേൾക്കാത്ത പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുമ്പോഴാണ് നിൻ്റെ നിത്യതയെക്കുറിച്ച് നിനക്കൊരു റിയലൈസേഷൻ ഉണ്ടാകുന്നത്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വർഗീയ നിക്ഷേപമാണെന്നുള്ള വലിയ ആത്മജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. എൻ്റെ മക്കൾ, നിത്യതയെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ ജീവിതം ഈസിയാകും. കാര്യം എന്താണ്? ഈശോ പറഞ്ഞത് ബാക്കിയെല്ലാം ചേർത്ത് നൽകും. നിങ്ങൾ ആദ്യം ദൈവരാജ്യവും അത് നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം ചേർത്ത് നൽകും. നമ്മൾ ഇത് മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം ഭാരപ്പെടും. നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് പ്രത്യേകം പ്രയോജനമില്ലെങ്കിൽ വൈ ഷുഡ് ഗോഡ് ഇൻ്റർഫിയർ ഇൻ ഇറ്റ്? നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിത്യത ഇത്രയും ഭയങ്കരമായ ഒരു നിസ്തുലമായ ചൈതന്യമായി നിൽക്കുന്നതിൻ്റെ കാരണം ഇത് യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്തതാണ്. അപ്പോൾ നീ നിത്യതയെ സ്നേഹിക്കുമ്പോൾ നീ നിൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ രക്തത്തെ ആരാധിക്കുകയാണ് ചെയ്യണത്. നീ നിത്യതയെ സ്നേഹിക്കുമ്പോൾ നീ നിൻ്റെ കർത്താവിൻ്റെ മുൾക്കിടത്തെ നീ അംഗീകരിക്കുകയാണ് ചെയ്യണത്. നീ നിത്യതയെ സ്നേഹിക്കുമ്പോൾ നീ അവൻ്റെ തിരുവിലാലം മുറിവിലെ അഭയം പ്രാപിക്കുകയാണ് ചെയ്യണത്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ഒരുമിച്ച് പാടുക. ഇതുപോലെ തന്നെയാണ്. അപ്പം അച്ഛനിലൂടെ ഈശോ പറഞ്ഞു, എൻ്റെ ദൈവപൈതലെ, നിൻ്റെ പേര് നിത്യതയെ കർത്താവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഭൂമി വെച്ചത് അറിയാൻ പറ്റും. എന്താണ്? നീ 10 പ്രാർത്ഥിച്ച് 2 പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ ഇരിക്കും. എത്ര പ്രാർത്ഥിച്ചാലും അതിന് ഉത്തരം കിട്ടത്തില്ല. അത് പിതാവിൻ്റെ അഫെയറാണത്, പിതാവിൻ്റെ കാര്യമാണത്, അല്ലേ? അത് നിത്യതയിൽ നിൻ്റെ പേര് അസൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഭൂമിക്ക് ഇട്ടിരിക്കുന്ന അടയാളമാണ്. കൈയടിച്ച് ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. യേശുവേ നന്ദി. യേശുവേ മഹത്വം. പരിശുദ്ധ പരമദിവ്യ. ഇതുപോലെ തന്നെ ഒരു വിഷയമാണ്, ദൈവം മഹത്വപ്പെട്ടെങ്കിലേ നമ്മൾക്ക് ഭൂമിയിൽ വെച്ച് അറിയാൻ പറ്റും. നേരത്തെ എന്താ പറഞ്ഞത്? നിങ്ങളുടെ പേര് നിത്യതയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ വെച്ച് അറിയാൻ പറ്റും. എന്താ കാര്യം? പിതാവിൻ്റെ അഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് കയറി വരുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. അതെന്താണ്? ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളാണ്.
അത് നിത്യതയ്ക്ക് വേണ്ടി വകമാറ്റി ചിലവായിട്ടിരിക്കുന്നു. അതിൻ്റെ ഇൻട്രസ്റ്റ് പോലും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അത് തിരിച്ചടവ് പോലും ആകത്തില്ല. അപ്പം അതങ്ങനെ നിത്യമായിട്ട് പിതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് അത് നിത്യനിക്ഷേപത്തിലേക്ക് പോവുകയാണ്. ഇപ്പോഴെന്താ പറയണത്? ഇതുപോലെ തന്നെയാണ് ദൈവപൈതലെ, നീ കാരണം ദൈവം മഹത്വപ്പെട്ടെങ്കിൽ ഭൂമിയിൽ വെച്ച് നിനക്കറിയാൻ പറ്റും. അതെങ്ങനെ അറിയണം? ഇതൊക്കെ അറിയണ്ടേ? എന്താണ് സ്വർഗത്തിൽ നിന്നെക്കുറിച്ച് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നീ ഭൂമിയിൽ അറിയണം. അപ്പോൾ ആണ് നമ്മൾ കണ്ണ് കണ്ടുകൊണ്ട് യാത്ര ചെയ്യണത്. അല്ലെങ്കിൽ നമ്മൾ ഇരുട്ടത്ത് പൂടി പോണ പോലെ ഇരിക്കും, തപ്പിത്തടഞ്ഞു പോകും. വിശ്വാസം തപ്പിത്തടച്ചിലൊന്നും പാടില്ല, നേരെ കണ്ട് പോകണം. കുറേ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കണ്ണും പൂട്ടി പോകണ്ടേ? നിങ്ങളുടെ വീട്ടിൽ കുറേ വയസ്സായി കഴിഞ്ഞാൽ കറണ്ട് പോയാൽ പിന്നെ നിങ്ങൾ അവിടെ നിൽക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ 10-50 കൊല്ലമായിട്ട് ജീവിക്കുകയാണ്, കറണ്ട് പോയാൽ തന്നെ അവിടെ തന്നെ നിൽക്കുക? ഇല്ല. കറണ്ട് ഉള്ളതുപോലെ നിങ്ങൾക്കറിയാം ഓരോ സ്ഥലം എവിടെയാണ്, ഫ്രിഡ്ജ് എവിടെയാണ്, അല്ലേ, സ്വിച്ച് എവിടെയാണ്, എല്ലാം നിങ്ങൾക്ക് കാണാപ്പാടമാണ്. എന്താ കാണുന്നില്ല, പക്ഷെ കാണാപ്പാടമാണ്. എന്താ കാര്യം? നിങ്ങൾക്ക് പരിചയം കൊണ്ടാണ്. അപ്പം കുറേ വിശ്വാസത്തിൽ ജീവിച്ച് കഴിയുമ്പോൾ എല്ലാം നമുക്ക് കാണാപ്പാടമാകും. നമുക്ക് ഏത് കറണ്ട് പോയാലും ഇരുട്ടാണെങ്കിലും നമുക്ക് തപ്പിത്തടച്ചിലില്ല, നേരെ ചെന്നെടുത്തിട്ട് വരും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ. പലപ്പോഴും ഞാനിരുന്ന് കരഞ്ഞിട്ടുണ്ട്. രാത്രി 2 മണിക്കും 3 മണിക്കും ഞാൻ എണീറ്റിരുന്ന്, ഈശോയെ എനിക്കെൻ്റെ വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഭിത്തിയിലിട്ട് എൻ്റെ പുറം ഇടിക്കാറുണ്ടായിരുന്നു. ചില സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഡ്രൈവറാണ്, വണ്ടി ഓടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ രാത്രിയിൽ വിളിച്ചു വരുത്തും. അങ്ങനെ പപ്പ വരും, വന്ന് തട്ടിത്തിരുമ്മി പ്രാർത്ഥിച്ചല്ലെങ്കിൽ വേദനയുടെ ബാം തൂത്ത് വന്ന് പോകും. ഞാനിങ്ങ് പോരുന്നതിന് ജനുവരി ആദ്യ ആഴ്ചയിൽ ഞാൻ ചോദിച്ചു, എനിക്കൊന്ന് പുറം തിരുമ്മി തരാമോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ മടുത്തു, ഇത് ഡോക്ടേഴ്സിനെ ആരെങ്കിലും കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ വർഷങ്ങളായിട്ട് ഡോക്ടേഴ്സിനെ കാണിക്കുന്നുണ്ടായിരുന്നു, ആയുർവേദം ചെയ്തു, ഇംഗ്ലീഷ് ചെയ്തു, എന്തിലും ഈ വേദനയ്ക്ക് കുറവില്ലായിരുന്നു. അന്ന് പപ്പ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഈശോയെ, അമ്മ മാത്രമേ എനിക്കുള്ളൂ. ഞാൻ 2023 ജനുവരിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ എനിക്ക് ആ വേദന പിന്നെ ഉണ്ടായിട്ടില്ല. അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് യേശു ചെയ്തിരിക്കുന്ന ആദ്യത്തെ അനുഗ്രഹം. അമ്മ മാതാവിനോട് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ അനുജത്തി, പേര് ആൽബി ആൻ്റണി, 5 വർഷമായി അവർ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ 29 വയസ്സുണ്ട്. എന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് സ്പിരിച്വലായിട്ടും സപ്പോർട്ട് ചെയ്തിരുന്നു. എപ്പോഴും എന്നോട് പറയും, ചേച്ചി ബൈബിള് വായിക്കുമെന്ന് പറയും. അത്രയേറെ എന്നെ സഹായിച്ചിരുന്നൊരു കുഞ്ഞായിരുന്നു. ഞാൻ ഒരു ദിവസം സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. എനിക്ക് എന്നാ മോളെ കാര്യം, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല ചേച്ചി. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുക, കല്യാണം ആയില്ലേ ആൽബി, കല്യാണം ആയില്ലേന്ന്. ഞാൻ പറഞ്ഞു, മോളെ നീ വിഷമിക്കരുത്, ചേച്ചി കൃപാസനത്തിൽ പോകുന്നുണ്ട്, നിനക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് ചേച്ചി പ്രാർത്ഥിക്കാം. അവളുടെ അമ്മയും എന്നെ വിളിച്ച് പറഞ്ഞു, കുഞ്ഞുമോളെ നീ ഒത്തിരി പ്രാർത്ഥിക്കുന്നതല്ലേ, നീ എനിക്ക് എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 15 ദിവസത്തിനകം ആ കുഞ്ഞിനൊരു കല്യാണം വന്നു. നാളെ സൗദിയിൽ നിന്ന് ആ കല്യാണം നടത്താനായിട്ട് അവൾ വീട്ടിലേക്ക് എത്തുകയാണ്. അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ ഫാമിലിയോടും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു, ആൽബി, അമ്മ നിന്നെ കടാക്ഷിച്ചിട്ടുണ്ട്, ഇനി അമ്മയുടെ കൂടെ ചേർന്ന് നീ നടക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ നാത്തൂന് സബിത റോസ് ജോണ്, കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി, മക്കളില്ല. അവളും ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. പക്ഷേ മക്കളില്ലാത്ത അവസ്ഥയോർത്ത് അവൾ തന്നെ ഉള്ളിലേക്ക് ഒതുങ്ങി പോകുന്നൊരവസ്ഥയായിരുന്നു. ഞാൻ പറഞ്ഞു, ഇവിടുന്ന് കൊണ്ടുപോയ തേൻ ലീവിന് വന്നപ്പോൾ കൊടുത്തിട്ട് പറഞ്ഞു, കുഞ്ഞു നിന്നെ ദൈവം കൈവിടത്തില്ല, അമ്മ എൻ്റെ കൂടെയുണ്ട്, അതുപോലെ തന്നെ നിൻ്റെ കൂടെയും വരും മോളെ എന്ന് പറഞ്ഞു. അവളത് വാങ്ങിച്ചു. കഴിഞ്ഞ മാസം അവൾ പ്രഗ്നൻ്റായി. ഇപ്പം 2 മാസം അവൾ പ്രഗ്നൻ്റായി. സൗദി നേഴ്സായിട്ട് തന്നെ ജോലി ചെയ്യുന്നു, യാതൊരു കുഴപ്പങ്ങളുമില്ല. ഇന്നലെ ഞാനിങ്ങ് പോരുന്നതിന് മുന്നേ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു സന്തോഷമായിട്ടിരിക്കുന്നു, ഒരു അസ്വസ്ഥതയില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാനൊരു നേഴ്സാണ്. ഞാൻ UK പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. UK പ്രോസസ്സിങ്ങിൽ എനിക്ക് ഏറ്റവും അവസാനത്തെ അവിടുത്തെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് ഏപ്രിൽ 6-ാം തീയതി പെസഹ വ്യാഴാഴ്ചയായിരുന്നു. എൻ്റെ ഏജൻറ്റ് പറഞ്ഞു എന്നോട്, ഇതിനു മുമ്പ് പോയ 2 പേർക്കും കിട്ടിയിട്ടുണ്ടല്ലോ, പിന്നെ കുഞ്ഞുമോക്ക് ഇങ്ങനെ കിട്ടാതെ വരുന്നതാണ്. ആ വാക്ക് ഒരഹങ്കാരത്തിൻ്റെ വാക്കായിരുന്നു. ഞാനിത് മനസ്സിൽ കരുതി, എനിക്ക് കിട്ടും. ഈ വലിയ അഹങ്കാരമായിരുന്നു അതോർത്ത്.
പക്ഷേ ഞാൻ അന്ന് മോക്ക് ഇൻ്റർവ്യൂവിൻ്റെ 5-ാം തീയതി വൈകുന്നേരം മോക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ഓൺലൈൻ വഴി അറ്റൻഡ് ചെയ്തു. മോക്ക് ഇൻ്റർവ്യൂ അവർ പറഞ്ഞു നന്നായി പെർഫോം ചെയ്തു, പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കാൻ. പക്ഷേ 6-ാം തീയതിയിലത്തെ എൻ്റെ ഇൻ്റർവ്യൂവിന് ഇന്ത്യൻ സമയം 1:40 ജോയിൻ ചെയ്യാൻ പറഞ്ഞ ആ ലിങ്കിൽ എനിക്ക് കയറാൻ പറ്റുന്നത് 2:40 എൻ്റെ അഹങ്കാരം അവിടെ കൊണ്ട് തീർന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അച്ഛൻ പറഞ്ഞ വാക്ക് തന്നെ, നമ്മൾ കൃപ മാത്രം മതി, മാതാവേ എനിക്ക് അഹങ്കാരം വേണ്ട എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ ദിവസങ്ങൾ മുതൽ എല്ലാ ദിവസവും ചൊവ്വാഴ്ച ദിവസം ഞാൻ പോയി കുമ്പസാരിക്കുമ്പോൾ അച്ഛനോട് പറയാം, അച്ഛാ ഞാൻ പാപി അച്ഛാ, എന്നെ അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എനിക്ക് തന്നു വിടണം. എനിക്ക് ഏത് മേഖലയിലാണ് പാപം ക്ഷമിക്കപ്പെടാതെ കിടക്കുന്നത്. അച്ഛൻ പറയും വിഷമിക്കരുത്, ധൈര്യമായിട്ടിരിക്കുക, അമ്മ മാതാവിനെ കൂട്ടുപിടിക്കുക, ദേവിനെ കൂട്ടുപിടിക്കുക എന്ന് എന്നോട് പറയും. പിന്നീട് ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥനകൾ ഇച്ചിരി ഉഴപ്പിയൊക്കെയായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആയപ്പോഴത്തേക്ക് ഞാൻ കുർബാന പങ്കെടുക്കാൻ, അപ്പം കുർബാനയിൽ കൂടുമ്പോൾ മക്കളുള്ളതുകൊണ്ട് എപ്പോഴും ഏറ്റവും പുറകിൽ പോയി നിന്നായിരുന്നു കുർബാന കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് അൾത്താരയുടെ ഏറ്റവും അടുത്ത് പോയി നിന്ന് കുർബാന കൂടുവാനും ആത്മീയ കാര്യങ്ങളിൽ കൊന്തകൾ ചെല്ലുവാനും ബൈബിൾ വായിക്കുവാനും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാനും ഞാൻ തുടങ്ങി. എൻ്റെ എക്സാം മെയ് 2-ാം തീയതി 2:30 അവർ പറഞ്ഞിരുന്ന സമയം. 2:30 കയറിയപ്പോൾ അവർ തന്നെ മെസ്സേജ് ഇട്ടു 3 മണിക്കാണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു. അവർ 3 പേരുണ്ടായിരുന്നു ഇൻ്റർവ്യൂ എടുക്കാനായിട്ട്. ഇൻ്റർവ്യൂവിന് കയറിയപ്പോൾ എല്ലാം എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ഞാൻ ആദ്യം ഞങ്ങളുടെ വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ പോയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. പോയപ്പോൾ ഞാൻ ആദ്യം എടുത്തത് എൻ്റെ അമ്മേനെ എൻ്റെ കൂടെ എടുത്തു. അമ്മ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ എടുത്ത വിശ്വാസ പ്രമാണം ചൊല്ലി ആൻറ്റിയുടെ വീടിൻ്റെ 4 മൂലകളിലും തെളിച്ചു, അമ്മേ ഇവിടെ ഞാനാണ് ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നതെങ്കിലും അവർ കാണുന്ന അമ്മേനെ ആയിരിക്കണം, അമ്മ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞു. എനിക്ക് ആരുമില്ല അമ്മയെന്ന് പറഞ്ഞു. ഇപ്പം ഇൻ്റർവ്യൂവിൻ്റെ സമയങ്ങളൊക്കെ അടുക്കുന്ന സമയം ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, മക്കളോ ആരും വീട്ടിലില്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ അവർ മാറുമ്പോൾ ഞാൻ ഓടി അമ്മയുടെ അടുത്തേലും, അമ്മേ എന്നെ മൈൻഡ് ചെയ്യാതിരിക്കില്ലേ അമ്മേ, എന്നോട് ക്ഷമിക്കണം അമ്മേ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ കൈവിടല്ല അമ്മ, എൻ്റെ ഉടമ്പടിയൊക്കെ ഞാൻ പാലിക്കുന്നുണ്ടല്ലോ അമ്മ, എന്നെ കൈവിടും. അങ്ങനെയാണ് ഞാൻ അമ്മയോട് ചോദിക്കുന്നത്. ഞാൻ പൊട്ടിക്കരയുമായിരിക്കും. എന്നാൽ ഇൻ്റർവ്യൂവിന് ജോയിൻ ചെയ്തു. അവർ ക്വസ്റ്റ്യൻ ചോദിച്ചു. 10 ക്വസ്റ്റ്യനാണ് അവർ ചോദിക്കുന്നത്. 10 ക്വസ്റ്റ്യനിൽ 6 ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു. ഞാൻ എണ്ണയെടുത്ത് എൻ്റെ ഫോണിലും കുരിശ് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർ ചോദ്യം ചോദിച്ചതിൽ എനിക്കൊരു ക്വസ്റ്റ്യന് കറക്റ്റായിട്ട് മനസ്സിലായില്ല എന്നുള്ളവർ അവർക്കും മനസ്സിലായി. അവർ പറയുന്നുണ്ട് ഇവൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാകാതെ ഇവൾ ആൻസർ സംസാരിക്കുന്നതെന്ന്. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇൻ്റർവ്യൂ കിട്ടത്തില്ല, ഞാൻ തോറ്റു എന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് തീരുമാനിച്ചു. ഞാൻ ആ പരീക്ഷ കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയത് നേരെ ഞങ്ങളുടെ പാലാൾ ആളംപള്ളിയിലെ കുരിശുപള്ളിയിലേക്ക് പോയി. അവിടെ നിത്യാരാധന ചാപ്പലുണ്ട്, മാതാവിൻ്റെ പള്ളിയാണ്. ഞാൻ മാതാവിൻ്റെ മുൻപിൽ പോയി 6 മണി വരെ ഇരുന്ന് നിത്യാരാധന മാതാവിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ തോറ്റ ഇൻ്റർവ്യൂ എൻ്റെ അമ്മ എനിക്ക് ജയിപ്പിച്ചു തരണം, ഇല്ലാതെ പറ്റത്തില്ല അമ്മ എന്ന് പറഞ്ഞു. ഞാൻ ആ ഉടമ്പടി കാശുമായിട്ട് 6 മണിക്ക് വീട്ടിൽ വന്നു. രാത്രിയിലെല്ലാം ഞാനിങ്ങനെ ഇരുന്ന് കരയുവാണ്. മാതാവിനെ കൈ പിടിച്ച, അമ്മേ ഞാൻ തോറ്റിരിക്കുക കേട്ടോ, അമ്മ UK ചെന്ന് അവരുടെ പേപ്പറിൽ ഫെയിൽ എന്നുള്ള മാറ്റി എനിക്ക് പാസ്സാക്കി തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പിറ്റേ ദിവസം രാവിലെ അമ്മയുടെ ആരാധന ചാപ്പലി 3-ാം തീയതി 3 മണിക്കാണ് ഈ റിസൾട്ട് വരുന്നത്. ഞാൻ രാവിലെ 10 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് റെഡിയായി രൂപവും എടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന പുസ്തകം ഉടമ്പടി പുസ്തകം എടുത്തുകൊണ്ടാണ് ഞാൻ പള്ളിയിലേക്ക് പോകുന്നത്. പള്ളിയിൽ ചെന്നു. ആരും അവിടെ വരുന്നോ പോകുന്നോ ഒന്നും ഞാൻ കാണുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മെയിൽ നോക്കും എൻ്റെ റിസൾട്ട് വന്നോന്ന്. ഞാൻ മാതാവിനെ കൈപിടിച്ച് കൊന്തയും ചൊല്ലി ബൈബിളും വായിച്ചിരിക്കുന്ന സമയത്ത് ഏകദേശം 1 മണിയായി. ആ സമയത്ത് ഒരു ചേച്ചി ഇവിടെ കയറി വന്നു. ആ ചേച്ചിയുടെ നമ്മുടെ ഇവിടെ നിന്ന് കിട്ടിയ നമ്മുടെ പത്രം ഉണ്ടായിരുന്നു. പത്രം ഒരു 10-15 എണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ വന്നിട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന എല്ലാവരുടെയും കയ്യിൽ ഓരോന്ന് വിളിച്ചു കൊടുക്കുകയാണ്. ഞാൻ ആ ചേച്ചീനെ ഒന്ന് നോക്കി. ചേച്ചിയുടെ കയ്യിൽ ഉടമ്പടി കാശുണ്ട്. അപ്പം ഞാൻ ഓർത്തു എനിക്ക് സന്തോഷമായി, ഈ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് മനസ്സിൽ ദൈവമേ ചേച്ചി എന്ത് ഉദ്ദേശത്തിലായിരിക്കും വന്നേ. അപ്പോൾ ചേച്ചി എന്നോട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, മോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഉടമ്പടി പത്രം കൊച്ചിന് ഇവിടെ പുറത്ത് കടകളിലോ വഴികളിലൊക്കെ കൊടുക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേച്ചി ഇല്ല, എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, മോളെ ഇവിടെ ഒരു കെട്ടിരിപ്പുണ്ട്, അത് ഞാൻ കൊടുത്തോളാം, മോള് പുറത്തുള്ളത് കൊടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പോഴേ തന്നെ ഞാൻ 1 മണി സമയമായി. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പം നടയിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ അവിടെ ഇരിപ്പില്ല. ഞാൻ ഓടി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ചേച്ചി അവിടെ പത്രം ഇരിപ്പില്ല, ഞാൻ ഈ പത്രം കൊടുത്തേക്കാന്ന് പറഞ്ഞു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ആ പത്രം എടുത്തു.
അത് കഴിഞ്ഞ് ആ പത്രം ഞാൻ അവിടെ നിന്ന് തിരിഞ്ഞ സമയത്ത് എനിക്ക് തീർന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാവർക്കും കൊടുത്തു, എല്ലാവരും മേടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഓടി വന്ന് ആ പത്രം ഫുൾ അവിടെ ഇരുന്ന് വായിച്ചു. ആ വായിക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞത്, അമ്മേ, ഞാൻ ഈ പത്രം മൊത്തം വായിച്ചു കഴിയും, 3 മണിക്കുള്ളിൽ എനിക്ക് 2:30 ആകുമ്പോഴത്തേക്കും എനിക്ക് റിസൾട്ട് വന്നിരിക്കണം, അത് പോസിറ്റീവ് ആയിരിക്കണം. വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ റിസൾട്ടുമായിട്ട് എൻ്റെ അമ്മയുടെ അടുത്തേക്കായിരിക്കും വരുന്നേ, ആ കൃപാസന നടയിൽ ഞാൻ ഉണ്ടാവും അമ്മയെന്ന് പറഞ്ഞു. ആ പത്രം വായിച്ച് തീർന്നു. 2:30 ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഏജൻസിയിൽ നിന്ന് കോള് വന്നു, ഞാൻ പാസ്സായിന്ന്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്ക് UK കിട്ടിയിരിക്കുന്ന ജോലിയുടെ ഓഫർ ലെറ്ററുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്നേ, നോട്ട് മെറിറ്റ്സ് ബൈ ദ ഗോഡ് ഗ്രേസ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും വലിയൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു.